സാർ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാവില്ല? സിഐഡികളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ബസ് സ്റ്റോപ്പിൽ വെച്ച് നാട്ടുകാർ തന്നത് പോരാഞ്ഞ് ഇദ്ദേഹം ഞങ്ങൾക്ക് പെരുമാറി. നോക്കണം സാർ, നോക്കണം സാർ, ഇവർ തമിഴ്നാട്ടിൽ നിന്ന് കേസന്വേഷിക്കാൻ വന്നവരാണ്. 1000 പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു തമിഴ്നാട്. ഐ എം സോറി സാർ. സിഐഡികളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി ഇവരെയൊക്കെ പിടിച്ച് അകത്തിട്ട് 4 പൊട്ടിക്കണം ആദ്യം. അത് പിന്നെ വീട്ടിൽ വന്നപ്പോ മുസ്ലിം വേഷം, ബസ് സ്റ്റാൻഡിൽ പക്ഷിശാസ്ത്രം, ആരായാലും സംശയിച്ചു പോയില്ലേ സാർ? ഓക്കെ, നിങ്ങൾക്ക് പോവാം. പക്ഷെ ആളുകളെ ദേഹോപദ്രം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. അതിനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പോണം. സാർ, എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? മുസ്ലിം വേഷം, പക്ഷിശാസ്ത്രം. എന്താ കുഴപ്പം? ഞങ്ങൾ കേസ് തെളിയിച്ചാൽ സ്റ്റേറ്റ് പോലീസിന് ഇഷ്ടമാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. തമിഴ്നാട്ടിൽ കേസില്ലാഞ്ഞിട്ടല്ല, കെഞ്ചിയിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. വിരോധമുണ്ട്, ഞങ്ങൾ ഉടനെ വിട്ടേക്കണം. എനിക്കൊരു വിരോധമില്ല. കൊലപാതകയുടെ രക്തം പരിശോധിച്ചിട്ട് എന്തായി? ഒരു വിവരം അറിഞ്ഞില്ലല്ലോ. അതൊന്നും വേണ്ടെന്നല്ലേ അന്ന് പറഞ്ഞത്? ഞങ്ങൾ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണം. ഞങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉടൻ വേണം. ഒരു ഡമ്മി ശരിയാക്കാൻ പോലും വയ്യാത്ത നിങ്ങളെയൊക്കെ. കമോൺ സാർ, എന്റെ ജീപ്പിൽ പോവാം. എന്താ? ജീപ്പിൽ പോവാം. സ്റ്റേറ്റ് പോലീസിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. യെസ്. കുട നന്നാക്കാൻ പോയപ്പം തല്ലിന്റെ ഒരു ചുറ്റുപാട് ഒത്തു വന്നേ ഉള്ളൂ. പക്ഷിശാസ്ത്രത്തിൽ അത് യാഥാർത്ഥ്യമായി പരിണമിച്ചു. ഇനി ഇതുപോലെ നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. തല്ലിന്റെ ഇടയിൽ ആ തത്തയും കൂടും പോയി. ഇല്ലെങ്കിൽ നിനക്കതൊരു തൊഴിലായന്. നല്ല ചേർച്ചയായിരുന്ന വേഷം. എന്തുവാ നോക്കുന്ന? പെണ്ണായിപ്പോയി, എന്റെ കൈ തരിക്കുന്നു. ആ കുട്ടി അറിഞ്ഞോ നമ്മൾ സിഐഡികളാണെന്ന്? സത്യം അങ്ങ് തുറന്നു പറഞ്ഞ പോരായിരുന്നു, ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. വേഷം മാറി നടക്കുന്ന സിഐഡികളെ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ഞങ്ങളിങ്ങനെ പല പല വേഷങ്ങളിൽ നടന്നിട്ടാണ് ഭയങ്കരമായ പല കേസുകളും കണ്ടുപിടിക്കുന്നത്. കുടച്ചേത്തിയാക്കിയതിൽ ദേഷ്യം തോന്നരുത്. അതായിപ്പോ വലിയ കാര്യം, മനുഷ്യന്റെ എല്ല് വെള്ളായി. സോറി. ഏയ് സാരമില്ല. കുട്ടിയുടെ ബസ് വന്നില്ലേ? ബസ്സൊക്കെ പോയി. എന്തായാലും ഇന്നിന് നേരത്തിനെത്താനൊക്കില്ല, അതുകൊണ്ട് തിരിച്ചു പോവാ. ഓ, എവിടെ വർക്ക് ചെയ്യുന്നു? അങ്ങനെ വലിയ വർക്കൊന്നുമില്ല, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ഗേൾ ആണ്. എന്താ പേര്? ശോഭ. ഞാൻ രാംദാസ്. ദാസാ, നമ്മുടെ ജോലി കേസന്വേഷണമാണ്. യെസ്. എവിടെയാണ് ഈ ടെക്സ്റ്റൈൽ ഷോപ്പ്? ആകാശത്തില്. ഞങ്ങൾ കേസ് അന്വേഷണത്തിന് പോകുമ്പോ മെയിൻ ഓഫീസേഴ്സിന്റെ കൂടെ കോൺസ്റ്റബിൾ കാണും, കാര്യങ്ങളൊക്കെ നോക്കാൻ. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ പാവത്തിന് കോളേജിൽ പോകാനുള്ള ചുറ്റുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റബിൾ ആയി പോയി. ഉന്തുവണ്ടിയിൽ കായികറി വിൽപ്പനയായിരുന്നു ഇവന് മദ്രാസിൽ പണി. അതെ അതെ, ഞാൻ ഓർക്കുന്നു. ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി ഒരിക്കൽ എനിക്ക് അങ്ങനെ വേഷം കെട്ടേണ്ടി വന്നു. അല്ലേലും ജാത്യാലുള്ളത് തൂത്താ പോകൂലടാ. മൂപ്പര് വലിയ ചുണ്ടിക്കാനാണെന്ന് തോന്നുന്നു. ഹേയ്, അങ്ങനൊന്നുമില്ല. പുള്ളിക്ക് ഈ ഓഫീസർ കോൺസ്റ്റബിൾ കോംപ്ലക്സ് അങ്ങനെ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു. പിന്നെ കാണാം. ഓക്കെ. CID ആയപ്പോഴെങ്കിലും നിന്റെ സാംസ്കാരിക നിലവാരം സ്വല്പമെങ്കിലും ഉയരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഉന്തുവണ്ടിയുടെ കാര്യം ഇനി ആരോടെങ്കിലും മിണ്ടിയാൽ നിന്റെ മോന്തക്കെട്ട് കുത്തുവെച്ചേരും ഞാൻ. എടാ, നീ PCOM ഫസ്റ്റ് ക്ലാസ് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. മനുഷ്യന്റെ തൊലി ഉരിയട്ടടാ, അസൂയത്തുലിയാ ഉരിയുന്നത്. എടാ, ഒരു ബികോം ഫസ്റ്റ് ക്ലാസ് നിനക്ക് സ്വപ്നം കാണാൻ പറ്റൂ? എനിക്ക് കിട്ടുന്ന മെഡലിന്റെ പങ്ക് പറ്റാൻ നടക്കുന്ന വിറ്റ് സിഐഡിയിലടാ നീ പോട കള്ള CID. ഗുഡ് ഈവനിങ്. മോനെ, നമുക്ക് വീട്ടിൽ പോണ്ടേ? വാ. ശോഭേ, ദാ നീ പറഞ്ഞ CID വരുന്നു. അല്ല, എന്താ പിന്നെ ഈ വഴിക്കൊക്കെ? വരൂ, അകത്തിരിക്കാം. കരയില്ലേ മോനെ? അന്ന് കുട നന്നാക്കാൻ വന്നപ്പം കുഞ്ഞിനെ കണ്ടില്ല. അപ്പ അവൻ ഡേ കെയറിലായിരുന്നു. പോലീസുകാരെയും മന്ത്രിമാരെയും കളക്ടർമാരെയും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു CID ജീവനോടെ കാണുന്ന ആദ്യമായിട്ടാ. CID ആളുകളൊന്നും ഒരുപാട് തല്ലിയോ? മറ്റേ CID എവിടെ? എനിക്ക് ശരിക്കും വിഷമമുണ്ട് കേട്ടോ. സാരമില്ല. അന്ന് ഞങ്ങള് കൊട ചീത്തയാക്കിയില്ലേ, അതിന്റെ പകരമായി ഈ കൊട ഇവിടെ ഇരിക്കട്ടെ. അതൊന്നും വേണ്ട. സാരമില്ല. അതൊരു പഴഞ്ചൻ കൊടയായിരുന്നല്ലേ. ഞാൻ ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാം. വേണ്ട. അതെന്താ, ഞങ്ങൾ പാവങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും കഴിക്കില്ലെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നാ ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. മോനോ?
ഒരുപാട് രൂപയായി കാണും. ഛോ, മറ്റേ കൂടെ 3 കൊല്ലം മുമ്പ് രാജേന്ദ്രൻ കൊണ്ടുവന്നതാ. ആരാ രാജേന്ദ്രൻ? ആ അത് പോട്ടെ, സിഐഡിക്ക് എന്ത് ശമ്പളം കിട്ടും? എന്റെ പേര് ദാസൻ, രാമദാസൻ, അങ്ങനെ വിളിച്ചാ മതി. സിഐഡിക്കാ ഒരു ഗമ. രാമദാസൻ സിഐഡിയുടെ നാടെവിടെയാ? കുറച്ച് വടക്ക. കല്യാണമൊക്കെ കഴിച്ചതാണോ? അല്ല. ആ എന്നാ ഒരു കാര്യം ഞാൻ പറയാം. ജാതകപ്പൊരുത്തം ഇല്ലാത്ത കല്യാണത്തിന് നിക്കണ്ട. എന്താ നക്ഷത്രം? നക്ഷത്രം ആയില്യം. നിന്റെ മോന്റെ നക്ഷത്രം, നിന്റെ രാജേന്ദ്രന്റെ നക്ഷത്രം. ആയില്യത്തിന്റെ കുഴപ്പമായിരുന്നില്ല. അത്തം കർക്കിടകൂറില്ല രാജേന്ദ്രന്റെ കുഞ്ഞ് പറഞ്ഞത്. ദോഷമാണെന്നറിയായിരുന്നു. കുഞ്ഞ് ജനിച്ച 6 മാസത്തിനകം രാജേന്ദ്രൻ ഞങ്ങളെ വിട്ടുപോയി. അല്ല, അതിപ്പോ എല്ലാം കഴിഞ്ഞില്ലേ? ശോഭ മകന്റെ ഭാര്യയാണല്ലേ? ദാ. എന്താ അമ്മേ? പിന്നെ കാണാം. അയ്യോ, കാപ്പി കുടിച്ചില്ല. അല്ല, ഡ്യൂട്ടി ഫസ്റ്റ്. ഇന്നലെ രാത്രിയിലും ഞാൻ ശ്രമിച്ചു. വളരെ വളരെ ശ്രദ്ധിച്ചു നീങ്ങിയാലേ കാര്യം നടക്കും. എന്തായാലും ഇറങ്ങി തിരിച്ചു. അതെ അതെ, വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ആരാത്? ഒരു വഴി നോക്കനാ. ഇത് വഴിയല്ലല്ലോ. അതുകൊണ്ടാ തിരിച്ചു പോകുന്നത്. അപ്പൊ ഇന്നലെ രാത്രിയിലും നമ്മളെ തട്ടാൻ അവൻ ശ്രമിച്ചിരുന്നു. അതെ, വളരെ ശ്രദ്ധയോടെ നീങ്ങിയാലേ കാര്യം നടക്കൂ എന്നവൻ പറഞ്ഞു. നമ്മളെ അവന് സ്വല്പം പേടിയുണ്ടെന്നർത്ഥം. വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ലത്രേ. ജയ, നമ്മളും ശരിക്കൊന്ന് തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു. അത് അത്യാവശ്യമാണ്. ഏതായാലും ആളിനെ പിടികിട്ടിയല്ലോ. ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. ചരട് വലിക്കുള്ള സമയമായിരിക്കുന്നു. ഇല്ല, രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചില്ല സർ. ഈ പക്ഷിക്ക് ഘ്രാണശക്തി വളരെ വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. ഞാൻ ശബ്ദമുണ്ടാക്കാതെ വളരെയേറെ ശ്രദ്ധിച്ചാണ് നീങ്ങിയത്. എന്നിട്ടും പൊടുന്നനവേ പക്ഷി പാട്ട് നിർത്തിക്കളഞ്ഞു. ഇത് ബുൾഫിഞ്ചാണെന്ന് ഉറപ്പാണോ? ഉൾഫിഞ്ചിന്റെ ഗണത്തിൽപ്പെടും. 198 പക്ഷികളെ കേരളത്തിലുള്ളൂ എന്നാണല്ലോ നിഗമനം. അത് തെറ്റാണെന്ന് ഞാൻ തെളിയിക്കും. പല പക്ഷി ഗവേഷകർക്കും അതൊരു കനത്തടിയായിരിക്കും. തീർച്ചയായും. പക്ഷി ഗവേഷണത്തിനായി ഞാൻ എന്റെ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് രാത്രിയും പകലും അലയുകയാണ്. എങ്ങനെയെങ്കിലും ഈ കൊല്ലത്ത് സലീം അലി അവാർഡ് വാങ്ങിയാലേ എന്റെ മനസ്സിനൊരു സുഖമുണ്ടാവും.